കേരള കലാമണ്ഡലം കടുത്ത പ്രതിസന്ധിയിലെന്ന് കൽപ്പിത സർവകലാശാല ചാൻസലർ മല്ലിക സാരാഭായി. ഉദ്യോഗസ്ഥർക്ക് വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതാണ് ഈ പ്രതിസന്ധി കാരണം. പാർട്ടി നിയമനം കലാമണ്ഡലത്തിന്റെ നടത്തിപ്പിനെ ബാധിക്കുന്നെന്നും മല്ലിക സാരാഭായി. A lot of the office staff is completely incapable of doing the office work that in today's terms needs to be done with the English language and with computers and with accounting skills. സംസ്ഥാന ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസം ശക്തമായ 2022 ഗവർണറുടെ അധികാരം എടുത്തുകളയാൻ സർക്കാർ നേരിട്ട് നിയമിച്ചതാണ് മല്ലിക സാരാഭായിയെ. പാർട്ടിക്കാരെ ജോലിയിൽ തിരികെ കയറ്റിയതിനെതിരെയാണ് ഇപ്പോൾ തുറന്നടിച്ചത്. ഇത് CPM-ന് പുതിയ പ്രതിസന്ധിയായിരിക്കുകയാണ്. കലാമണ്ഡലത്തിന്റെ ചട്ടങ്ങളനുസരിച്ചും UGC-യുമായുള്ള ധാരണ പ്രകാരവും കലാമണ്ഡലം ചാൻസലറെ നിയമിക്കാനുള്ള അധികാരം സർക്കാരിനാണുള്ളത്. ഈ അധികാരം വിനിയോഗിച്ചാണ് മല്ലിക സാരാഭായിയെ ചാൻസലറായി നിയമിച്ചത്. രാഷ്ട്രീയക്കാരെ ജോലിയിൽ നിയമിക്കുന്നെങ്കിൽ തന്നെ കാര്യക്ഷമതയുള്ളവരെ നിയമിച്ചുകൂടെ എന്നാണ് ചാൻസലറുടെ ചോദ്യം. കൽപ്പിത സർവകലാശാലയായി ഉയർത്തപ്പെട്ടപ്പോൾ ക്ലർക്കുമാർ പെട്ടെന്ന് ഉദ്യോഗസ്ഥരായി. അവർക്ക് മതിയായ പരിശീലനം ലഭിച്ചിരുന്നില്ല. എന്നാൽ മല്ലിക സാരാഭായിയുടെ പരസ്യ വിമർശനം സർക്കാരിനും CPM-നും വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.